നമസ്കാരം. വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൂത്തി വിമതർക്ക് ഇസ്രായേലിൽ നിന്ന് അടി കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഹൂത്തി വിമതർ ഒരുവിധം അടങ്ങിക്കഴിയുകയായിരുന്നു. ഇസ്രായേലിൻ്റെ ശ്രദ്ധ പ്രധാനമായും ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയൊക്കെ നേരെ തിരിഞ്ഞു. പിന്നീട് സിറിയയിലേക്കായി. ഈ സമയത്തെല്ലാം തന്നെ പൊതുവെ ദുർബലരായ ഹൂത്തി വിമതർ അവർക്ക് ഇറാൻ്റെ സഹായം കിട്ടുന്നുണ്ട് എങ്കിൽ പോലും വലിയ പ്രശ്നമുണ്ടാക്കാതെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഈ ഒരാഴ്ച 2 തവണയാണ് ഇസ്രായേലിലേക്ക് അവർ ആക്രമണം നടത്തിയത്. ഒരു മിസൈലും ഒരു ഡ്രോണുമാണ് അയച്ചത്. ഈ 2 ആക്രമണങ്ങളെയും ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു. പക്ഷേ തകർത്തെറിഞ്ഞപ്പോൾ സംഭവിച്ചത് അതിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചത് ഒരു സ്കൂളിൻ്റെ മേലേക്കായിരുന്നു. കുട്ടികൾ അവിടെ ഇല്ലാതിരുന്നുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എങ്കിലും സ്കൂളിന് കാര്യമായ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ആക്രമണം അവർ നടത്തി. തുടർന്ന് ഇസ്രായേൽ അതിശക്തമായ തോതിലുള്ള പ്രഹരം തന്നെയാണ് ഇപ്പോൾ ഹൂത്തി വിമതർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. യമനിലെ അവരുടെ ആസ്ഥാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്തിരിക്കുകയാണ്. 14 യുദ്ധവിമാനങ്ങളാണ് ഇന്നലെ യമനിലേക്ക് കുതിച്ചെത്തിയത്. 2 ഘട്ടങ്ങളിലായിട്ടായിരുന്നു ആക്രമണം നടന്നത്. പ്രധാനമായും ഇസ്രായേൽ സൈന്യം ആക്രമിച്ചത് യമനിലെ ഹുദൈദ തുറമുഖമായിരുന്നു. ഈ തുറമുഖം വഴിയാണ് ഹൂത്തി വിമതർക്കാണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകൾക്കെല്ലാം തന്നെ ഇറാൻ ആയുധം എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖം ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന്. ഈ തുറമുഖത്ത് കപ്പലുകളെ തീരത്തേക്ക് അടുപ്പിക്കുന്ന നിരവധി ടഗ് ബോട്ടുകളുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ ഈ ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ക്രെയിനുകളുമെല്ലാം ഇസ്രായേൽ സൈന്യം മിസൈൽ അയച്ച് നശിപ്പിക്കുകയായിരുന്നു. ആളപായത്തെക്കുറിച്ച് റിപ്പോർട്ടില്ല. എന്നാൽ യമൻ അധികൃതർ പറയുന്നത് ഏതാണ്ട് 10ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയും ഹമാസിനെ അപേക്ഷിച്ച് ഹൂത്തി വിമതർ തീരെ നിസ്സാര കക്ഷികളാണ്. പക്ഷേ ഗ്രഹണത്തിന് നീർക്കോലി തലവെക്കുമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അവരും തലവെക്കാൻ തുടങ്ങിയതോടുകൂടി അതിശക്തമായ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, യമനിലെ 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് ഇതിനോടകം ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ബോംബിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട യുദ്ധവിമാനങ്ങൾ 2000 കിലോമീറ്റർ ദൂരം പറന്നു എന്നാണ് യമനിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ആക്രമിച്ചത്. ഹൂത്തി വിമതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന പരിപാടി അതുവഴി ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുക, തട്ടിക്കൊണ്ടു പോകുക തുടങ്ങിയവയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇസ്രായേൽ ബന്ധം ഇല്ലാത്ത കപ്പലുകളെയും അവർ ആക്രമിക്കാൻ തുടങ്ങി. തുടർന്ന് ചെങ്കടലിൽ പല ഭാഗങ്ങളിലും അമേരിക്കയുടെ നാവികസേന റോന്തു ചുറ്റുന്നുണ്ടായിരുന്നു. പലപ്പോഴും അമേരിക്ക അതിശക്തമായ തോതിൽ ഇവർക്ക് തിരിച്ചടി നൽകിയിട്ടുമുണ്ട്. എന്നിട്ടും പാഠം പഠിക്കാതെ ഇപ്പോഴും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താൻ ഹൂത്തി വിമതർ എന്തുകൊണ്ട് തയ്യാറാകുന്നു എന്ന് ഇനിയും വ്യക്തമല്ല. യമൻ്റെ തലസ്ഥാനമായ സന നേരത്തെ തന്നെ ഈ ഹൂത്തി വിമതർ കയ്യേറി വച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും പ്രധാന സ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവർ ഇസ്രായേലിലേക്ക് മിസൈലുകളും അതുപോലെ ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ അയക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യമനിലേക്ക് ശക്തമായ തോതിലുള്ള ഒരു ആക്രമണം നടത്തിയത്. യമനിൽ ഇപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. യമനിൽ സർക്കാർ പേരിന് മാത്രമാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ഈ ഹൂത്തി വിമതർ തന്നെയാണ്. സന, ഹുദൈദ, റാസ് ഇസ എന്നിവിടങ്ങളിലുള്ള 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. ഇസ്രായേൽ കുറേ കാലമായി അവഗണിച്ചിരുന്ന ഈ തീവ്രവാദ സംഘടനയും ഇറാൻ്റെ സഹായം കൈപ്പറ്റി തന്നെയാണ് ജീവിച്ചു പോരുന്നത്. ഇറാനാണ് ഇവർക്ക് ആയുധവും പരിശീലനവും പണവും എല്ലാം നൽകി ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പറഞ്ഞയക്കുന്നത്. എന്നാൽ മറ്റ് 2 സംഘടനകളെ അപേക്ഷിച്ച് മറ്റ് ഭൗതിക സംവിധാനങ്ങൾ ഇവർക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇസ്രായേൽ ഇവരെ നിസ്സാരന്മാരായി കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരും ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിൽ ഇനി തലവെക്കാനാകാത്ത രീതിയിലുള്ള അടി തന്നെയാണ് ഇസ്രായേൽ ഹൂത്തി വിമതർക്കും ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, യമൻ്റെ പരമാവധി ഊർജ്ജ സംവിധാനങ്ങൾ, അതായത് ഇലക്ട്രിസിറ്റി ഉൾപ്പെടെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന സങ്കേതങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അങ്ങനെ യമൻ്റെ വൈദ്യുതി പദ്ധതികളും അതിൻ്റെ സംവിധാനങ്ങളും അതുപോലെ തുറമുഖങ്ങളെല്ലാം തകർത്തോടുകൂടി ഹൂത്തി വിമതർ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇസ്രായേലിന് ഭീഷണിയാകുന്ന ആരെയും ഇത്തരത്തിൽ തന്നെയായിരിക്കും തങ്ങൾ നേരിടുക എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവായ റിയർ അഡ്മിറൽ ഹഗാരി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മധ്യപൂർവേഷ്യയിൽ ആരെങ്കിലും ഇസ്രായേലിനെ തകർക്കാൻ ശ്രമം നടത്തിയാൽ ഇത്തരത്തിൽ തന്നെ അതിശക്തമായ തോതിൽ ഇനിയും തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. പുലർച്ചെ 3:15-നും 4:30-നുമാണ് 2 തവണയാണ് ഇസ്രായേൽ സൈന്യം യമനിൽ കടന്നു കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. ദൗത്യം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ തിരികെ ഇസ്രായേലിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നിട്ടും ഉണ്ട്.